നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ നടിമാരാണ് പീഡനാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യുവനായികമാർ മുതൽ മുതിർന്ന നായികമാർ വരെ തങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷകളിലും നടക്കുന്നുണ്ടെന്നാണ് പല നടിമാരും പറയുന്നത്. അടുത്തിടെയാണ് സിനിമ സെറ്റിലെ കാരവാനിൽ ഒളിക്യാമറയുണ്ടെന്ന ആരോപണം തെന്നിന്ത്യയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ രാധിക ശരത് കുമാർ ഉന്നയിച്ചത് അടുത്തിടെയാണ്. ഇപ്പോൾ അതിന് പിന്നാലെ നടൻ കമലഹാസനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് രാധിക ഉയർത്തിയിരിക്കുന്നത്. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായ ഒരു നടൻ തന്നെയും സഹോദരിയെയും ചുംബന രംഗങ്ങളിൽ അഭിനയിപ്പിക്കാൻ നിർബന്ധിച്ചതായി രാധിക പറയുകയാണ്. നടൻ കമൽഹാസനെ കുറിച്ചായിരുന്നു നടിയുടെ ആരോപണം. കമൽഹാസൻ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങൾ ഉണ്ടാകും. യുവാക്കളെ ആകർഷിക്കാൻ ഇത്തരം രംഗങ്ങൾ സിനിമയിൽ ഇടാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും താല്പര്യമുണ്ട്. ഒരു കാലത്ത് കമൽഹാസൻ സിനിമകളിൽ ചുംബന രംഗങ്ങൾ ഉണ്ടാകണമെന്നത് ചട്ടമായിരുന്നു. ചില നടിമാർ ചുംബന രംഗങ്ങളിൽ എതിർപ്പില്ലാതെ അഭിനയിക്കാറുണ്ട്. എന്നാൽ ചിലർ കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാത്തത് ആ രംഗങ്ങളെ പേടിച്ചാണ്. ഇത്തരം ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സിപ്പിക്കുൾ മുത്തിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയതെന്നും രാധിക പറഞ്ഞു. സിനിമകളിലെ ചുംബന രംഗങ്ങളിൽ ചുണ്ടുകൾ അമർത്തി ചുംബിക്കാറുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ സഹോദരിയും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ഞാൻ അത് നിർത്തിയപ്പോൾ ചിലർ എതിർത്തു. പിന്നീട് പല അവസരങ്ങളും നഷ്ടമായെന്നും രാധിക പറഞ്ഞു. ചുംബന രംഗവുമായി ബന്ധപ്പെട്ട് കമൽഹാസനെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതിനിടയിലാണ് വീണ്ടും രാധിക തനിക്കുണ്ടായ അനുഭവം, അതുപോലെ തന്റെ സഹോദരിക്കും ഉണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് മലയാള സിനിമാ സെറ്റിൽ കാരവാനിൽ നടിമാർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളിക്യാമറ ഉപയോഗിച്ച് പകർത്തിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ഒരു കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെ തന്നെ നടി രാധിക ശരത് കുമാറിനെ നടൻ മോഹൻലാൽ ഫോണിൽ വിളിച്ചുവെന്നും നടി രാധിക പറഞ്ഞിരുന്നു. തന്റെ സിനിമാ സെറ്റിലായിരുന്നോ സംഭവമെന്ന് മോഹൻലാൽ ചോദിച്ചുവെന്നും നടി പറഞ്ഞു. ചെന്നൈയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രാധിക. എന്റെ സിനിമയുടെ സെറ്റിലാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ചോദിച്ച് മോഹൻലാലും വിളിച്ചിരുന്നു. ആ സംഭവം നടക്കുമ്പോൾ പ്രധാന താരങ്ങൾ ആരും ലൊക്കേഷനിൽ ഉണ്ടായിരുന്നില്ല. ഒളിക്യാമറ ദൃശ്യങ്ങളാണ് സെറ്റിലുണ്ടായിരുന്നവർ കണ്ടതെന്ന് ബോധ്യപ്പെട്ടതോടെ ഞാൻ ബഹളം വെച്ചു. നിർമ്മാണ കമ്പനിയുടെ അധികൃതരെ വിളിച്ച് നടപടിയെടുക്കാനും ഞാൻ ആവശ്യപ്പെട്ടതും രാധിക പറഞ്ഞു. തമിഴ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ സംബന്ധിച്ച് പരാതികൾ അന്വേഷിക്കാൻ സമിതി രൂപീകരിക്കണമെന്നും രാധിക വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിവാദമായ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് നടി രാധിക ശരത് കുമാറിൽ നിന്നും കേരള പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. നടിമാർക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്ന പ്രത്യേക സംഘമാണ് ഫോണിലൂടെ മൊഴിയെടുത്തത്.